അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്ന അൽഗോരിതം അപ്ഡേറ്റിൻ്റെ പേരാണ് ഹമ്മിങ് ബേർഡ് അപ്ഡേറ്റ്. സ്ക്രീൻ കാണാമോ? ഞാൻ വിഷ്ണുവിന് സ്ക്രീൻ ഷെയർ ചെയ്യാം, അല്ല സൂര്യദാസിന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റ് ആണ് പഠിക്കാൻ വേണ്ടി പോണത്. എന്താണ് ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൂഗിള് സെമാൻറ്റിക് സെർച്ച് റിസൾട്ട് കൊണ്ടുവന്ന അൽഗോരിതം അപ്ഡേറ്റ് ആണ് ഹമ്മിങ് ബേർഡ് അപ്ഡേറ്റ് എന്ന് പറയാം. വെബ്സൈറ്റിനകത്തുള്ള ഇൻഫർമേഷൻ വളരെ ഡീപ്പായിട്ട് ചികഞ്ഞ് മനസ്സിലാക്കി, വളരെ ഡീപ്പ് ഇൻഫോ ആയിട്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസൾട്ടൊക്കെ തന്നെ ഇൻഡെക്സ് ചെയ്ത് കൊടുക്കുന്ന രീതിയും, അതുപോലെ തന്നെ സ്പീഡിനും ആക്യുറസിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഗൂഗിൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടതൊക്കെ ഈ അപ്ഡേഷനിലൂടെയാണ്. സെമാൻറ്റിക് സെർച്ച് റിസൾട്ട് എന്ന് പറയുന്ന രീതിയിൽ സെർച്ച് റിസൾട്ടുകൾ ഗൂഗിൾ കൊടുക്കാൻ തുടങ്ങിയതും, ഇൻട്രാക്റ്റീവ് വേയിലൊക്കെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻട്രാക്റ്റീവ് വേയിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന കണ്ടൻറ്റുകൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഫീച്ചറും, ആൾക്കാരുടെ ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിലും കുറേ നാളായിട്ട് ഗൂഗിളിൽ റാങ്ക് ചെയ്ത് നേടിയ ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക. ഒരു ഇൻട്രാക്റ്റീവ് വേയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ഇൻട്രാക്റ്റീവ് വേയിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെക്സ് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ എന്താണ് ആൾക്കാരുടെ സെർച്ചിൻ്റെ ഇൻറ്റൻഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഇൻറ്റൻറ്റ് അനുസരിച്ച് അവരുടെ ഉദ്ദേശ ലക്ഷ്യം അനുസരിച്ച് സെർച്ച് റിസൾട്ട് കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഗൂഗിളിനകത്തേക്ക് ആഡ് ചെയ്തത് കൂടാഞ്ഞിട്ട് സ്പീഡിനും ആക്യുറസിക്കും വലിയ പ്രാധാന്യം കൊടുത്ത അൽഗോരിതം അപ്ഡേറ്റ് കൂടിയാണ് ഇത് ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റ്. ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റിന് ഹമ്മിങ് ബേർഡ് എന്നുള്ള പേര് കൊടുക്കാൻ കാരണം പലയിടത്തും അവർ വിശദീകരിക്കുന്നത് സ്പീഡിനും ആക്യുറസിക്കും വലിയ പ്രാധാന്യമുള്ള, വളരെ സ്പീഡും ആക്യുറസിയും ഉള്ള പക്ഷിയാണ് ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്ന പക്ഷി. അപ്പം ആ ഒരു സ്പീഡിനും ആക്യുറസിക്കും ഗൂഗിളിന് പ്രാധാന്യം കൊടുക്കാനാണ് ഹമ്മിങ് ബേർഡ് കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ആ പേര് അവർ കൊടുത്തതെന്നുള്ള ഒരുപാടടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റിൻ്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇൻട്രാക്റ്റീവ് വേയിൽ ഇപ്പോൾ ഒരാൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ ഒരു സംഭവം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ സൂപ്പ് ഉണ്ടാക്കാം, ഹൗ ടു പ്രിപ്പയർ എ വെജിറ്റബിൾ സൂപ്പ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായിട്ട് ഇൻട്രാക്റ്റീവ് വേയിൽ ചോദിക്കുന്ന ക്വറിയാണ്. ആ ക്വറിക്ക് റിസൾട്ട് ഗൂഗിൾ കൊടുക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് ഇൻട്രാക്റ്റീവ് വേയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതി ഹമ്മിങ് ബേർഡിനകത്ത് വന്ന സംഗതിയാണ്. പോരാഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾക്ക് റിസൾട്ട് തരുമ്പോൾ വളരെ ഇൻട്രാക്റ്റീവ് വേയിൽ ആ ടോപ്പിക്കിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇൻട്രാക്റ്റീവ് വേയിലാണ് ആ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്തേക്കണമെങ്കിൽ അത് അങ്ങനെ തന്നെ ഇൻട്രാക്റ്റീവ് വേയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തരും. കൂടാഞ്ഞിട്ട് ആ ആർട്ടിക്കിളിനകത്തുള്ള ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻ പ്രത്യേക ഡീറ്റെയിൽഡ് ആയിട്ട് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യുന്ന രീതിയൊക്കെ ഹമ്മിങ് ബേർഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശരിക്ക് ഒരു ആളിൻ്റെ ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ അനുസരിച്ച് ഒരാളിന് ഒരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ അവരുദ്ദേശിച്ചത്, ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് അവരുദ്ദേശിച്ചത് ഇതാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് റിസൾട്ട് കൊടുക്കുന്ന രീതിയാണ് ഒരു ഇൻറ്റൻഷനലി ഉള്ള ഒരു റിസൾട്ട് എന്ന് പറയാം. ഒരാളിൻ്റെ സെർച്ച് ഇൻറ്റൻറ്റ് മനസ്സിലാക്കിക്കൊണ്ടുള്ള സെർച്ച് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി. കൂടാഞ്ഞിട്ട് ഈ കാര്യത്തിനകത്ത് ഒരുപാട് നാളായിട്ട് ഗൂഗിളിനകത്ത് ലിസ്റ്റ് ചെയ്ത് കിടന്ന ഒരു പേജ്, ഭയങ്കരമായിട്ട് ട്രസ്റ്റ് അച്ചീവ് ചെയ്ത പേജ്, ഏതെങ്കിലും ഒരു ക്വറിക്ക് ഒരുപാട് നാളായിട്ട് ഗൂഗിളിനകത്ത് റാങ്ക് ചെയ്തിരുന്ന പേജ് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടും ഒക്കെ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലോട്ട് ഗൂഗിൾ അപ്ഗ്രേഡ് ചെയ്തതും ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റാണ്. ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റിൻ്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറേ കാര്യങ്ങളാണ് ഗൂഗിൾ ഹമ്മിങ് ബേർഡ് അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് വന്ന സെമാൻറ്റിക് സെർച്ച് റിസൾട്ടിനകത്ത് പ്രൊവൈഡ് ചെയ്യാറ്. നമ്മൾ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസൾട്ട് ആ ആർട്ടിക്കിളിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ചികഞ്ഞ് പഠിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ നേരത്തെ ഗൂഗിൾ ഒരു ലൈബ്രറിയൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചില്ലേ, അതിൽ നമുക്കൊരു പുസ്തകം പോയി തപ്പി ലൈബ്രറിയൻ്റെ അടുത്ത് ചോദിക്കാം എന്നൊരവസ്ഥയാണെങ്കിൽ, ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റ് വന്നപ്പോൾ പുസ്തകം തന്നെ ചോദിക്കണമെന്നില്ല. പുസ്തകത്തിനകത്തുള്ളൊരു കഥാപാത്രത്തിനെയോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് റിസൾട്ട് തരുന്ന രീതിയിൽ ഗൂഗിൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. സാധാരണഗതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഗൂഗിൾ ലൈബ്രറിനെ പോലെ വർക്ക് ചെയ്യുക. ഗൂഗിൾ ക്രോൾ ചെയ്ത് ക്യാച്ച് ചെയ്ത് പല ഡേറ്റാബേസിനകത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റകളെ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഡെക്സ് ചെയ്യുന്ന രീതി ഇല്ലേ, ക്രോളിംഗ്, ക്യാച്ചിങ്, ഇൻഡെക്സിംഗ് എന്നുള്ള രീതിക്കകത്ത് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റ് വന്നതോടുകൂടി നമ്മളൊരു ലൈബ്രറിൻ്റെ അടുത്ത് പോയി പുസ്തകം തന്നെ ചോദിക്കണമെന്നില്ല. പുസ്തകത്തിനകത്തുള്ളൊരു കഥാപാത്രത്തെയോ അതിനകത്തുള്ള എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ ചോദിച്ചാൽ തന്നെ
എടുത്തു തരാൻ പറ്റുന്ന രീതിയിൽ ഗൂഗിൾ എന്ന് പറയുന്ന ലൈബ്രറി എന്തായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ ഈ ഇതുപോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് റിസൾട്ടിനകത്ത് കൊണ്ടുവരാൻ പറ്റി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് റിസൾട്ട് കൊടുക്കാനോ ഡീപ്പ് ഇൻഫോ പ്രൊവൈഡ് ചെയ്യാനോ പറ്റുന്ന രീതിയിൽ ഗൂഗിൾ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടെന്ന് എന്നതിലുപരി ഗൂഗിൾ സ്പീഡിനും ആക്യുറസിക്കും വലിയ പ്രാധാന്യം കൊടുത്ത അപ്ഡേറ്റ് കൂടിയാണ് ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റ്. അപ്പം ചില ഡിസ്കഷനുകളിൽ നടക്കുന്ന മാറ്റേഴ്സ്, ഒരുപാട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ്, ഒരുപാട് ആൾക്കാർ ശരിയാണെന്ന് സൂചിപ്പിച്ച ഒരു ഘടകം, ഇതൊക്കെ പ്രത്യേക റിസൾട്ടായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റലായിട്ടുള്ള ഡേറ്റ ആക്കി കൊടുക്കുന്ന രീതിയൊക്കെ ഗൂഗിൾ ഹമ്മിങ് ബേർഡ് അൽഗോരിതത്തിൻ്റെ അപ്ഡേറ്റിലൂടെ കൊണ്ടുവന്നു. നമ്മളൊരു ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ബ്ലോഗ് പോസ്റ്റിൻ്റെയോ ആർട്ടിക്കിളിൻ്റെയോ കണ്ടൻറ്റ് ഇൻട്രാക്റ്റീവ് വേയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇൻഡെക്സ് ചെയ്ത് തരുന്ന ഒരു രീതി കൊണ്ടുവന്നതും ഹമ്മിങ് ബേർഡ് അപ്ഡേറ്റിൻ്റെ ഭാഗമാണ്. ചില സെർച്ചുകൾ നമ്മൾ നടത്തുമ്പോൾ, ഉദാഹരണത്തിന് ദിൽ സേ മൂവി സോങ്സ് സ്ക്രീൻ വന്നിട്ടില്ലേ? എന്താ കാണിക്കുന്നത് അവിടെ? കൊടുത്താണല്ലോ. ഞാനേ ഈ വയർ കുത്തിയിട്ടില്ല. ഒരു സെക്കൻഡ് സൂര്യദാസേ. ഓക്കെ ഓക്കെ. ഇപ്പോഴാ ആണായില്ലേ? സൂര്യദാസ് ഹോൾഡ് ചെയ്തോട്ടെ, ഞാൻ ഇവിടുത്തെ ടി വി ഒന്ന് ശരിയായിക്കോട്ടെ. നേരത്തെ ഞാൻ കണക്ട് വയർ കുത്തിയില്ലായിരുന്നു. കാണല്ലോ. ഓക്കെ, ഞാനിപ്പം ഗൂഗിളിനകത്ത് ദിൽ സേ മൂവി സോങ്സ് എന്നാണ് സെർച്ച് ചെയ്യുക. അപ്പം നമ്മൾ സെർച്ച് ചെയ്ത ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീപ്പ് ഇൻഫോ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ട് വരുന്നത്. അപ്പം ആ പാട്ടുകൾ എത്ര മിനിറ്റാണ്, അതാരാണ് പാടിയത്, അതിൻ്റെ ഒരു എന്തെങ്കിലും സീനോ, അങ്ങനെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്ന രീതി. ഇങ്ങനത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിസൾട്ട് കൊടുക്കുന്ന രീതിയൊക്കെ ഹമ്മിങ് ബേർഡ് അൽഗോരിതം അപ്ഡേറ്റോട് കൂടി ആ ഗൂഗിളിനകത്ത് വന്നിരിക്കുന്ന മാറ്റമാണ്. റിസൾട്ട് കൊടുക്കുന്നതിനകത്ത് അവർക്ക് വന്നിരിക്കുന്ന മാറ്റമാണ്. നമ്മൾ നോബൽ പ്രൈസ് വിന്നേഴ്സാണ് ചോദിച്ചത്. അപ്പോൾ നോബൽ പ്രൈസ് വിന്നേഴ്സ് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ആ വർഷത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ വിന്നേഴ്സിൻ്റെ പിക്ചറോ അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്കാണോ കിട്ടിയിരിക്കുന്നത് അതും അവരുടെ പേര്, അവർ ഏത് ടോപ്പിക്കിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ, ഏത് സബ്ജക്റ്റിനാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന റിസൾട്ടൊക്കെ ഹമ്മിങ് ബേർഡ് അപ്ഡേഷന് ശേഷം വന്ന ഫീച്ചേഴ്സാണ്. കണ്ടോ, സെർച്ച് ചെയ്യണ സമയത്ത് ഹൗ ടു സ്പീഡ് അപ്പ് മൈ ലാപ്ടോപ്പ് എന്ന് ഒരു ഡീറ്റെയിൽഡ് റിസൾട്ടാണ് നമ്മൾ, അതല്ലെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിച്ചത്. ഹൗ ടു, വെയർ ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ വരുന്ന റിസൾട്ട് ഏതെങ്കിലും ടോപ്പിക്കിനകത്ത്, ഇപ്പോൾ ഇത് HP-കാർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണെങ്കിൽ ഈ ആർട്ടിക്കിളിനകത്ത് ഇത് സ്പീഡപ്പ് ചെയ്യാനായിട്ട് അവർ കൊടുത്തേക്കുന്ന പോയിന്റുകളൊക്കെ വിശദീകരിച്ച് എഴുതുന്ന രീതി ഒക്കെ ഇതിനകത്ത് വന്നേക്കണം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനകത്ത് ഒരുപാട് നാളായിട്ട് ഇൻഡെക്സ് ചെയ്ത് കിടന്ന റിസൾട്ട് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത ഫാക്റ്റുകളെ ഗൂഗിൾ റിസൾട്ടായിട്ട് കൊടുക്കുന്ന രീതിയുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ട് ഇതിൻ്റെ റിസൾട്ടുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സെമാൻറ്റിക് സെർച്ച് റിസൾട്ട് എന്നുള്ള സംഗതി കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ക്വറിക്ക് അനുസരിച്ച് ആ വാക്കിൻ്റെ ആ സിറ്റുവേഷൻ അനുസരിച്ച് അർത്ഥത്തിലോ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചോ റിസൾട്ട് കൊടുക്കാൻ ഗൂഗിൾ ക്യാപ്പബിളായി തുടങ്ങി എന്നുള്ളതാണ് ഈ ഹമ്മിങ് ബേർഡിൻ്റെ വേറൊരു പ്രത്യേകത. ഇനി നമ്മൾ അടുത്ത ഒരു അൽഗോരിതം അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. റാങ്ക് ബ്രെയിൻ എന്നാണ് പേര്. റാങ്ക് ബ്രെയിൻ അൽഗോരിതം അപ്ഡേറ്റിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്ന അൽഗോരിതം അപ്ഡേറ്റാണ്. 2015 ഈ അൽഗോരിതം അപ്ഡേറ്റ് നടത്തിയത്. 2015 സ്പ്രിംഗ് കാലഘട്ടത്തിലാണ് അവർ നടത്തിയത്. ബാക്കി എല്ലാ അൽഗോരിതം അപ്ഡേറ്റുകളും അവർ നടത്തുമ്പോൾ തന്നെ
അവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുകയോ ട്വിറ്റർ വഴിയോ ബ്ലോഗ് പോസ്റ്റ് വഴിയൊക്കെ ഒഫീഷ്യലി അറിയിക്കാറുണ്ടായിരുന്നു ആൾക്കാരൊന്നും വെബ് മാസ്റ്റേഴ്സിന് അറിയാൻ പറ്റുമായിരുന്നു. എന്നാൽ ഈ ആൽഗോരിതം അപ്ഡേറ്റ് മാത്രമാണ് ഒരു സൂചനയൊന്നും കൊടുക്കാതെ അവർ നടത്തിയത്. പക്ഷേ ആ വർഷം 2015 ഒക്ടോബറൊക്കെ ആയപ്പോൾ അവരെന്ത് ചെയ്തു, ഒഫീഷ്യലി ഒരു ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഗതി ആ വർഷത്തിൽ സ്പ്രിംഗ് കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് പറയുകയാണ് ചെയ്തത്. അറിയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സെർച്ച് റിസൾട്ടിനകത്തൊക്കെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വരും. പക്ഷേ ഇതൊരു സാധാരണ ഒരു ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യാനോ പണിഷ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്ന ഒരു അൽഗോരിതം അപ്ഡേറ്റ് അല്ല. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തിയ അൽഗോരിതം അപ്ഡേറ്റ് ആണ്, AI ഉൾപ്പെടുത്തിയ അൽഗോരിതം അപ്ഡേറ്റ് ആണ്. പക്ഷേ ആ വർഷം സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ നടത്തി. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോൾ അവർ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു. സാധാരണ എല്ലാ അപ്ഡേറ്റുകളും അവർ പറഞ്ഞുകൊണ്ടാണ് നടത്തുക. ഇന്നിപ്പം പാണ്ട അപ്ഡേഷൻ നടത്തുന്നു, പാണ്ട പെൻഗ്വിൻ്റെ ഇത്ര വർഷം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാണ് നടത്തുക. എന്നാൽ ഈ ഒരു അൽഗോരിതം അപ്ഡേറ്റ് മാത്രമാണ് പറയാതെ നടത്തിയത്. എന്നിട്ട് അവർ ഒക്ടോബർ ആയപ്പോഴാണ് ഇത് ഇങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പം റാങ്ക് ബ്രെയിൻ അൽഗോരിതം അപ്ഡേറ്റ് ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയേണ്ട ആൻസർ ഇത് AI ഉൾപ്പെടുത്തിയ അൽഗോരിതം അപ്ഡേറ്റ് ആണ്. 2015 നടത്തിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തി ഒരു അപ്ഗ്രഡേഷൻ ഗൂഗിളിനകത്ത് വരുത്തിയതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഹമ്മിങ് ബേർഡിൻ്റെ മോഡിഫൈഡ് വെർഷനാണ് റാങ്ക് ബ്രെയിൻ എന്ന് പറയാറുണ്ടെങ്കിലും അതിനകത്ത് മെയിനായിട്ടുള്ള വ്യത്യാസം ഇതിനകത്ത് AI ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നമുക്കറിയാം നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു മെഷീൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സിറ്റുവേഷനാണ് AI. ഒരു മെഷീൻ ബുദ്ധിയുള്ള വ്യക്തിയെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സിറ്റുവേഷനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുക. അപ്പോൾ അവിടെ ഗൂഗിൾ ഒരു വ്യക്തിയെപ്പോലെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് ഉള്ള അവസരത്തിനനുസരിച്ചോ സിറ്റുവേഷനനുസരിച്ചോ ഒക്കെ ഒരു വ്യക്തി എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മറുപടി കൊടുക്കുന്നത്, ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളിന് മറുപടി കൊടുക്കുന്നത്, അതേപോലെ AI കൂടെ ഉൾപ്പെടുത്തി ഗൂഗിൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം ആണ് തുടങ്ങിയത് റാങ്ക് ബ്രെയിനകത്ത്. AI ഉൾപ്പെടുത്തി എന്ന് പറയാം. പലതരത്തിലുള്ള സെർച്ച് ക്വറീസിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കൊണ്ട് പല ആൾക്കാർ പല വാക്കുകൾക്കോ പല പ്രൊഡക്റ്റുകൾക്കോ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് റിസൾട്ട് കൊടുക്കാൻ കാപ്പബിളായി ഗൂഗിൾ. പ്രത്യേകിച്ച് ചില ആൾക്കാർ ഒരു പ്രോഡക്റ്റിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന രീതികൾ വ്യത്യാസമായിരിക്കും ചില ആൾക്കാരുടെ. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണ്ടി പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ പല രീതിയിലായിരിക്കും സെർച്ച് ചെയ്യുക, പല എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ പല രീതിയിലായിരിക്കും സെർച്ച് ചെയ്യുക. പക്ഷേ ഗൂഗിൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നടത്തിയ സെർച്ചിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന സമയത്ത് അവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചതാണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ ബുദ്ധിയുള്ള പ്രായോഗിക ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണോ അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, അതുപോലെ ഗൂഗിളും AI ഉപയോഗിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, ആൻസറുകൾ കൊടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ സെർച്ച് റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഒന്ന്. രണ്ടാമത്തേത്, ഓരോ സമയത്ത് നടക്കുന്ന സെർച്ച് ക്വറീസിൻ്റെ വോളിയം അനുസരിച്ചും ആ ലൊക്കേഷനനുസരിച്ചൊക്കെ വരുന്ന സെർച്ചിൻ്റെ വ്യത്യാസങ്ങളനുസരിച്ചും അതാത് ലൊക്കേഷനുകളിൽ ഗൂഗിൾ സജസ്റ്റ് പോലെയുള്ള മെക്കാനിസം, റിസൾട്ട് കൊടുക്കുന്ന രീതിയിലുള്ള വ്യത്യാസം ഒക്കെ പാടെ ഗൂഗിൾ മാറ്റം വരുത്തുകയും, ഇത് കൂടാഞ്ഞിട്ട് ഈ റാങ്ക് ബ്രെയിൻ അൽഗോരിതം അപ്ഡേറ്റോട് കൂടി ഓരോ സമയത്ത് നടക്കുന്ന സെർച്ചിൻ്റെ എണ്ണത്തിലോ സവിശേഷതകളിലുള്ള വ്യത്യാസം അനുസരിച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മനസ്സിലാക്കി തരാം. ഉദാഹരണത്തിന് ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് സെർച്ച് ചെയ്യുന്ന വോളിയം കൂടുന്നെന്ന് വിചാരിച്ചോ. ഇപ്പം ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് ഇലക്ഷൻ റിസൾട്ട് എന്നോ കേരള ഇലക്ഷൻ റിസൾട്ട് എന്നോ മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെർച്ച് വോളിയം ഉണ്ടാകും. അപ്പോൾ ഇലക്ഷൻ എന്ന് അടിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലോ പർട്ടിക്കുലർ ലൊക്കേഷനിലോ കേരള ഇലക്ഷൻ എന്നൊരുപാട് ആൾക്കാർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഗതികൾ അടിക്കുമ്പോഴോ കേരളം എന്നടിക്കുമ്പോഴോ തന്നെ ഇലക്ഷൻ സജസ്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതി അപ്ഡേറ്റ് ചെയ്യും. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ റിസൾട്ടും കഴിഞ്ഞ് പിന്നെ മെല്ലെ അതിൻ്റെ ഒരു ചൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരളം നടിച്ച ഇലക്ഷൻ കാണിക്കില്ല. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ ഈ ആഴ്ചയിലൊക്കെ കേരളം നടിക്കുമ്പോൾ കേരള ഇലക്ഷൻ റിസൾട്ട് കാണിക്കുന്ന പോലെ നെക്സ്റ്റ് വീക്കിൽ കേരളയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംഭവം നടന്നു, കേരള ലോട്ടറി സ്ഥിരം കാണിക്കുന്നതാണല്ലോ. പക്ഷേ എന്നാലും അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ബമ്പർ ലോട്ടറിയുടെ എന്തെങ്കിലും വാർത്ത ഇതായിട്ടുണ്ടെന്ന് വെച്ചു,
അപ്പോൾ അവിടെ കേരളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ കേരള ലോട്ടറി, ബമ്പർ ലോട്ടറി അങ്ങനെയൊക്കെയുള്ള സംഗതികൾ കാണിക്കും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് കുറേ കളികളൊക്കെ ജയിച്ചു വന്നു വെച്ചോ, കേരളം എന്ന് അടിക്കുമ്പോൾ ഇപ്പോൾ സെമിയിലോ ഫൈനലിലോ ഒക്കെ എത്തിയാറായെന്ന് വെച്ചോ, അപ്പോൾ തന്നെ കേരളം അടിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്തകൾ വന്നാലും മതി, കുറേ കളികൾ ജയിച്ചെന്നോ കുറേ കളി തോറ്റാലും ചിലപ്പം കേരളം നടിക്കുമ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് മുകളിലോട്ട് വരും. അങ്ങനെ ഇപ്പം വെതർ വരാം, ഇതുപോലെയുള്ള എന്താ കേരള ലോട്ടറി വരാം, ഫ്ലഡിൻ്റെ ഒക്കെ ടൈമിൽ കേരളം നടിക്കുമ്പോൾ തന്നെ ഫ്ലഡ് ആദ്യമേ കയറി വരും. ആ വരണത് ആ സമയത്ത് ആ ലൊക്കേഷൻ അങ്ങനെ ഒരു സെർച്ച് ഇൻറ്റൻ്റ് ഉള്ളതുകൊണ്ടാണ്. ഇനി കേരള ലോട്ടറി എടുക്കുന്ന ആൾക്കാർ സെർച്ച് ചെയ്യുന്നതൊക്കെ കേരളത്തിൽ നിന്ന് മാത്രമാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ കേരള ഇലക്ഷനും കേരള ലോട്ടറിയും ഒക്കെ ഹിറ്റായി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഡൽഹിയിൽ നിന്നുകൊണ്ട് ഒരാൾ കേരളം നടിച്ചു കഴിഞ്ഞാൽ അവിടെ ലോട്ടറി കാണിക്കണമെന്നില്ല. അവിടെ ഡൽഹിയിൽ നിന്ന് കേരളയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സ്ഥിരമായിട്ട് കൂടുതൽ ആ സമയത്ത് കൂടുതൽ സെർച്ച് ചെയ്യാറുള്ളത് എന്താണോ അതായിരിക്കും അവിടെ കാണിക്കുക. അങ്ങനെ റീജിയൺ വൈസായിട്ടോ ആ ടൈം വൈസായിട്ടോ ഒക്കെ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഓരോ വാക്കുകളുമായിട്ട് ചേർത്തൊക്കെ സെർച്ച് ചെയ്യുന്ന ടേമുകളെ പ്രത്യേകം വിശകലനം ചെയ്ത് അതിനനുസരിച്ച് സജസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള റിസൾട്ട് കൊടുക്കുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതും റാങ്ക് ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്, അങ്ങനെ 3 കാലഘട്ടമായിട്ടാണ് തിരിക്കുക. അതിലൊരു നാരോ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടം തുടങ്ങിയതായിട്ടാണ് ഈ റാങ്ക് ബ്രെയിനോട് കൂടി ഗൂഗിളിൽ റാങ്ക് ബ്രെയിൻ ഉൾപ്പെടുത്തിയോടുകൂടി വന്നത്. പക്ഷെ അതിനു മുമ്പേ തന്നെ AI ഉപയോഗിച്ച് ഇത് ഡ്രൈവറില്ലാത്ത കാറുകൾ ഓടിക്കുക, അങ്ങനെയുള്ള പല സംഗതികളും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രോജക്റ്റായിട്ട് ഗൂഗിൾ ലോഞ്ച് ചെയ്യുകയും പല കമ്പനികൾ പല പ്രോജക്റ്റുകൾ റൺ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ആൾക്കാർക്ക് ജനറലായിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഡിവൈസ് ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ഇൻ്റർനെറ്റിലൂടെയോ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് ഗൂഗിൾ റാങ്ക് ബ്രെയിൻ അൽഗോരിതത്തിലൂടെ നടത്തിയതെന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ഒരു AI-യുടെ നാരോ ഇൻ്റലിജൻസ് കാലഘട്ടം 2015 സ്റ്റാർട്ട് ചെയ്തതെന്നും അതൊരു 2020 നമ്മൾ ഒരു ജനറൽ ഇൻ്റലിജൻസിനോട് കടന്നെന്നും 2020 കൂടെയൊക്കെയാണ് ജനറൽ ഇൻ്റലിജൻസ്, സോഫിയ റോബോട്ടൊക്കെ വന്ന സമയമാണ് ഒരു ജനറൽ ഇൻ്റലിജൻസിനോട് കടന്നത്. പക്ഷേ ഒരു റോബോട്ടോ അല്ലെങ്കിൽ AI ഉപയോഗിച്ച് ഇതുപോലെ ചില വൈദഗ്ധ്യങ്ങളോ കണ്ടുപിടുത്തങ്ങളോ നടത്തിയെന്ന് പറഞ്ഞ് അതൊരു കാലഘട്ടമായിട്ട് കണക്കാക്കുന്നില്ല. അതിലൊരാൾ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ സോഫിയ എന്ന് പറഞ്ഞ ഒരു AI ഇതിറങ്ങിയില്ലേ, റോബോട്ട് ഇറങ്ങി. പക്ഷേ അത് ഒരു മൊത്തത്തിൽ ആൾക്കാർക്ക് ജനറലായിട്ട് ഉപകാരപ്രദമാകുന്ന രീതിയിലൊരു സാധനവും വന്നിട്ടില്ല. എന്നാൽ ഒരു ജനറൽ ഇൻ്റലിജൻസിനകത്ത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ChatGPT. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ കോടിക്കണക്കിന് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുകയും കോടിക്കണക്കിന് ആൾക്കാർ അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് വളരെ ഹിറ്റായ ഒരു സംഗതി. അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലായിട്ട് എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായി അത് അഡോപ്റ്റായി ഇല്ലേ, എല്ലാ ആൾക്കാരും ഇതായി. എന്നാൽ ഇപ്പം ഒരു എന്തെങ്കിലും ഇതുപോലെയുള്ള AI വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം കുറച്ചുകൂടെ ഇതായി ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന തരത്തിലേക്കോ അവരുടെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്കോ വരുന്നുണ്ടെങ്കിൽ ഇത് സെറ്റാകും. പക്ഷേ ഈ വോയിസ് വെച്ച് പ്രവർത്തിക്കുന്ന പല ഡിവൈസുകൾ, ഈ വാക്വം ക്ലീനറുകൾ, AI ഉപയോഗിച്ച് തന്നെ ഹീറ്റ് അനുസരിച്ചോ അവിടെയുള്ള ആൾക്കാർ ഉൾക്കൊള്ളുന്ന അനുസരിച്ചൊക്കെ വർക്ക് ചെയ്യുന്ന എയർ കണ്ടീഷണറുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഡിവൈസുകൾ ഇപ്പം AI ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളുണ്ട്. മൊബൈലിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെയൊക്കെ നമ്മൾ ക്യാമറ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിന് ഒരു ഇല അത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ ലീഫ് എന്നൊക്കെ എഴുതി കാണിക്കുന്ന രീതി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 6-7 വർഷം മുമ്പ് തന്നെ അങ്ങനെയുള്ള ചില ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ സിനിമയിൽ വന്നിട്ടുള്ളൂ ശരിക്ക്. ഇനി വരും സിനിമയിലൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കഥകളിലൊക്കെ. അതായത് അതിൻ്റെ ഒരു തുടക്കം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം ഏറ്റവും ഹെൽത്ത് ഫീൽഡിനകത്താണ് AI ഭയങ്കരമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതെന്നുള്ളത്, ഉപയോഗിക്കാൻ പോകുന്നതും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയാനുള്ളത്, അല്ല അത് ശരിക്കൊരു റോബോട്ട് വന്ന് ഒരു ഹോം നേഴ്സിന് പകരം നിൽക്കുന്ന രീതിയിലോട്ടുള്ള സംഗതിയൊന്നും ഇപ്പോഴൊന്നും വന്നിട്ടില്ല. ഇനി വരും. അതുപോലെ സെക്യൂരിറ്റി സിസ്റ്റംസ്, AI ഉപയോഗിക്കുന്ന സെക്യൂരിറ്റീസ് വരണോ? എനിക്കാ ആണോ? നിങ്ങൾ പോയിക്കോ. ചേച്ചി വന്നില്ലേ? ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പോയിട്ടോ. അപ്പം ഇപ്പം എന്നാൽ ജനറലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഉപയോഗിക്കാൻ വരുന്ന സാധനങ്ങളുണ്ട്. റെറ്റിനോപ്പതി
റെറ്റിനോപ്പതി ചെയ്ത ഒരാളിനെ റെറ്റിനോപ്പതി ചെയ്തുകൊണ്ട് അയാളുടെ A to Z കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്യാം. ഇനി ഹെൽത്ത് ഇൻഡസ്ട്രിക്കകത്ത് വരാൻ പോണ മാറ്റങ്ങൾ അതൊക്കെയാണ്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൻ്റെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി എന്തോരം കാശാക്കും, എന്തെല്ലാം ടെസ്റ്റ് നടത്തണം, ബ്ലഡ് ടെസ്റ്റ് നടത്തണം, ഷുഗർ ടെസ്റ്റ്, അത് ഇതൊക്കെ ചെയ്യാം. ഇത് കണ്ണിലേക്ക് റെറ്റിനോപ്പതി മാത്രം ചെയ്തുകൊണ്ട് അവരുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടും അവരുടെ ഹെൽത്ത് കണ്ടീഷനും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞൊടിയിടയിൽ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഹെൽത്ത് ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പോൾ വലിയൊരു ഇന്നോവേഷനായിട്ട് വന്നിട്ടുള്ളത്. ആൾറെഡി ഉണ്ട്. അതിന് എനിക്ക് തോന്നുന്നു പേറ്റൻ്റ് എന്തോ കിട്ടിയാൽ മതിയാവും. അതോ ഇനി പേറ്റൻറ്റഡ് ആണെന്ന് അറിയത്തില്ല. അതൊക്കെ ചിലപ്പോൾ ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ റോബോട്ടിക് സർജറിയൊക്കെ ഇപ്പോഴുണ്ടല്ലോ. അതുപോലെ 2-3 വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെയുള്ള എല്ലാ ലാബുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ ഇതുണ്ടാവും. റെറ്റിനോപ്പതി വെച്ച് തന്നെ ഡയഗ്നോസ് ചെയ്യുന്ന റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ചെയ്യുന്നത് അത് അകത്ത് ഇത് പിന്നെ മെഷീനുകളായിരിക്കും. അപ്പോൾ നമ്മൾ അവതാർ സിനിമയെ കണ്ടിട്ടില്ലേ, അതിൽ എന്താ ചെയ്യണം, അയാൾ അവിടെ ഇരുന്നുകൊണ്ട് ലിവർ ആക്കിയല്ലേ ചെയ്യണേ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വേറെ വേരിയൻ്റ് ആണ് ഇവിടെ നടക്കുക. ഒരു സർജറി നടത്തുന്നത് ചെറിയ എക്യുപ്മെൻ്റ് ആയിരിക്കും, അത് വേറൊരിടത്ത് നിന്നുകൊണ്ട് ഡോക്ടർ കൺട്രോൾ ചെയ്യുക തന്നെയാണ് ചെയ്യുക. അതിന് AI ഉപയോഗിച്ചിപ്പം കുറേ സർജറികൾ ചെയ്തു. അതിൻ്റെ ബേസിൽ AI ഉപയോഗിച്ച് ചിലപ്പോൾ അത് ഒരു ചില ആൾക്കാർക്ക് ഒരു സർജറി, ഒരു ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ചില സർജറികൾ, അത് ചിലപ്പം ഒരു AI ഉപയോഗിക്കുന്ന സിസ്റ്റത്തിന് ഒരു നിർദ്ദേശം മാത്രം കൊടുത്താൽ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ രീതിയിലോട്ട് വരാം. അതൊക്കെ അതിൻ്റെ ഒരു ഇനിഷ്യേഷനൊക്കെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല ടൂളുകളിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുന്നതിനകത്ത് നമ്മൾക്ക് ഡിസൈൻ ചെയ്യണതിന് ആക്ഷൻ സേവ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഒരു പ്രോസസ്സ് തന്നെയാണ് ഒരു ഫോട്ടോയ്ക്കകത്ത് ചെയ്യണമെന്ന് വെച്ചോ. ഉദാഹരണത്തിന് ഇവിടെയുള്ള 100 കണക്കിന് ആൾക്കാരുടെ ഐഡൻറ്റി കാർഡാണ് നിങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിങ്ങളതിന് ചെയ്യണത് ID കാർഡ് കൊടുക്കാനുള്ള ഫോട്ടോനെ എടുക്കുന്നു, അതിനെ സൈസിൽ ക്രോപ്പ് ചെയ്യുന്നു, അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നു, പിന്നെ അത് നിങ്ങൾ കാർഡിൽ പ്ലേസ് ചെയ്യാനുള്ള സൈസിലേക്ക് കട്ട് ചെയ്യുന്നു, അത് പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനൊരു സ്ട്രോക്ക് കൊടുക്കുന്നു. അങ്ങനെ കുറേ ആക്ടിവിറ്റിയാണ് വെച്ചോ. റിമൂവ് ചെയ്യുക, അങ്ങനെ കുറേ ആക്ടിവിറ്റിയാണ് ചെയ്യണമെന്ന് വെച്ചോ. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോഷോപ്പിൽ തന്നെ 10-20 വർഷം മുമ്പ് ഇത് ചെയ്യാം. 20 വർഷം മുമ്പ് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആ ഒരു ആക്ഷൻ ചെയ്യണതിന് മുമ്പേ അത് റെക്കോർഡ് കൊടുക്കണം. അവിടെ ഫോട്ടോഷോപ്പിനകത്ത് തന്നെ അതുണ്ട്, ഹിസ്റ്ററിക്ക് തൊട്ടടുത്തായിട്ട് ആക്ഷൻ റെക്കോർഡ് ചെയ്യുക. ആക്ഷൻ റെക്കോർഡ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ എന്തൊക്കെയാണ് ഒരു ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ഫോട്ടോ ചെയ്യാനുണ്ട്. ഒരു ഫോട്ടോ നിങ്ങൾ ചെയ്തു, രണ്ടാമത്തെ ഫോട്ടോ നിങ്ങൾ ചെയ്യാനുള്ള ആക്ഷനൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ. അപ്പോൾ ഫോട്ടോ എടുക്കുന്നു, സൈസിൽ ക്രോപ്പ് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു, സ്ട്രോക്ക് കൊടുക്കുന്നു, അതിൻ്റെ കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ വൈറ്റ് കൂട്ടുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യുന്നു വെച്ചോ. ഇതെല്ലാം ഒരു ആക്ഷനായിട്ട് റെക്കോർഡ് ചെയ്തു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാതെ ആ ആക്ഷൻ ഒരു കീ ബട്ടൺ വെച്ചിട്ടാണ് നിങ്ങൾ സേവ് ചെയ്യുക. അടുത്തൊരു ഫോട്ടോ എടുത്തിട്ട് ആ കീ കൊടുത്താൽ മതി. ഇത്രയും ആക്ഷൻ ഒറ്റ അടിക്ക് നടക്കും അവിടെ. കളർ ഇപ്പം നിങ്ങളെ കയ്യിലിരിക്കുന്ന ഫോട്ടോ എല്ലാം ഒരുപോലെ ഒരേ ഇതിൽ ടോണിൽ എടുത്തേക്കുന്ന ഫോട്ടോ ആണെന്ന് വെച്ചോ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആക്ഷൻ മാത്രം കൊടുത്താൽ മതി. ഇനി ഫോട്ടോയുടെ കാര്യം വിട്. നിങ്ങളുടെ കയ്യിൽ ഒരു 25 ഫയലുണ്ട്. ഈ 25 ഫയലുകളെ നിങ്ങൾ വിളിച്ച് ക്രോപ്പ് ചെയ്ത് ഒരു സൈസിലോട്ട് ആയിക്കൊണ്ടിരിക്കണം വെച്ചോ, ഒരു പർട്ടിക്കുലർ സൈസിലേക്ക് ആയിക്കൊണ്ടിരിക്കണം. കളർ അഡ്ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ഫയൽ എടുക്കുന്നു, ഇപ്പോൾ ഫംഗ്ഷൻ ഇത്ര, ഫംഗ്ഷൻ FI അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ സേവ് ചെയ്ത് വയ്ക്കുക. ഫംഗ്ഷൻ FI അടിക്കുന്നു, ആ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ഇത് കൊടുത്ത് സ്ട്രോക്ക് കൊടുത്ത് ചെയ്തേക്കണം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് സ്ട്രോക്ക് കൊടുത്ത് എല്ലാം ചെയ്തേക്കുന്നത് ഒരൊറ്റ നിമിഷം കൊണ്ട് നടക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഒരു ഫോട്ടോ എടുക്കുന്നു, ഫംഗ്ഷൻ FI അടിക്കുന്നു, അത് സേവ് ചെയ്യുന്നു, അടുത്ത ഫോട്ടോ എടുക്കുന്നു, ഫംഗ്ഷൻ FI അടിക്കുന്നു. അപ്പം ഒരു ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്തത്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തത്, അതിൻ്റെ കളർ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്തത്, അതിനകത്ത് സ്ട്രോക്ക് കൊടുത്തത്, ഇതെല്ലാ സാധനങ്ങളും നിങ്ങൾ ആക്ഷനായിട്ട് റെക്കോർഡ് ചെയ്ത് ഒരു കീയിൽ വെച്ചൊക്കെയാണ്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കീയിൽ കൊടുത്താൽ മതി. മനസ്സിലായോ? ഇനി AI ഉപയോഗിച്ച് സർജറി ചെയ്യുന്ന റോബോട്ടിക് സർജറിക്കകത്ത് ഒരേ തരത്തിലുള്ള ഒരു സർജറിയാണ് ചെയ്യേണ്ടത്. ഇതിനു മുമ്പേ ചെയ്തേക്കുന്ന അതേ സർജറി തന്നെയാണ്. ഒറ്റ ഓർഡറിലൂടെ അല്ലെങ്കിൽ ഒരു നിർദ്ദേശത്തിലൂടെ റോബോട്ടിക്കായിട്ട് തന്നെ അത് നടക്കുന്നു. മനസ്സിലായോ? ഇനി ഈ ജനറൽ ഇൻ്റലിജൻസ് കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, സൂപ്പർ ഇൻ്റലിജൻസ് കാലഘട്ടം വരും. സൂപ്പർ ഇൻ്റലിജൻസ് കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, സൂപ്പർ ഏജൻസ് ഉണ്ടാകും, AI ഏജൻസ് ഒക്കെ ഉണ്ടാവും. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ AI ഏജൻസ് ഒക്കെ നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്ത് പിടിക്കും.
ഇപ്പം ഒരാൾ ക്രൈം ചെയ്തു, അല്ലെങ്കിൽ ഒരാളുടെ ഡേറ്റ വെച്ചുകൊണ്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണം. അയാളായിരിക്കുമോ അത് ക്രൈം ചെയ്തത്? പെട്ടെന്ന് ഇപ്പം എന്താണ്, ഇപ്പം കുറേ നമ്പർ വെച്ചിട്ടോ ഫോൺ നമ്പർ വെച്ചിട്ടോ അത് വെച്ചിട്ട് ട്രേസ് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. സൂപ്പർ ഇൻ്റലിജൻസ് വരുമ്പോഴത്തേക്ക് സൂപ്പർ ഇൻ്റലിജൻസ് ഏജൻസ് ഇതൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരു 5-10 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് 10 പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അരമണിക്കൂർ കൊണ്ട് സൂപ്പർ ഇൻ്റലിജൻസ് ഏജൻസ് ചെയ്തു തരും. അത് ആക്യുറസി ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെഡിക്കൽ ഫീൽഡിനകത്ത് ഇത് വരുന്നതിൻ്റെ ഒരു വലിയ സംഗതി, മറ്റേത് ഒരാൾക്ക് ECG എടുത്ത് നോക്കുന്നു, വേരിയേഷൻ കാണിക്കുന്നു, അടുത്ത് എക്കോ എടുത്ത് നോക്കുന്നു, അതിനകത്തും പ്രശ്നം കാണിക്കുന്നു, പിന്നെയാണ് ആൻജിയോഗ്രാം ചെയ്യുക, ആൻജിയോപ്ലാസ്റ്റി, അങ്ങനെ ഒരുപാട് പ്രൊസീജിയറിലൂടെയൊക്കെയല്ലേ അത് പോവുക. എന്നാൽ ഭയങ്കര ആക്യുറസി ആയിരിക്കും റെറ്റിനോപ്പതി വഴി ഒരാളെ ഡയഗ്നോസ് ചെയ്യുക. ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഒന്നും ചെയ്യാനില്ല. ഒറ്റ കണ്ണിലേക്ക് ഒരു സാധനം ഇങ്ങനെ വെക്കുന്നു, റെറ്റിനോപ്പതി ചെയ്യുന്നു, അടുത്ത നിമിഷം തന്നെ സംഭവം ഡയഗ്നോസ് ചെയ്യുന്നു. അവരുടെ എന്താ ബ്ലഡ് ഷുഗർ ലെവല്, പ്രഷറുണ്ടോ, കൺസെപ്റ്റ് അല്ല, ആൾറെഡി ഇത് റെഡി ആയിക്കണതാണ്. റെറ്റിനോപ്പതി ചെയ്തുകൊണ്ട് ഫുള്ള് ഡയഗ്നോസ് ചെയ്യാനുള്ള സിസ്റ്റം മിക്കവാറും 2-3 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ ലാബുകളിലും എല്ലാ ഹോസ്പിറ്റലിലും അത് വരും. റെറ്റിനോപ്പതി ചെയ്യാനോ ഒട്ടും എക്സ്പെൻസീവ്. അതാണ് ഏറ്റവും വലിയ തമാശ. ഇപ്പോൾ ഒരു MRI സ്കാൻ ചെയ്യാൻ 7,000 14,000 രൂപയൊക്കെ സ്പെൻഡ് ചെയ്യണതിന് പകരം ഒറ്റ റെറ്റിനോപ്പതി കൊണ്ട് അയാളുടെ എല്ലാ സകല തകരാറുകളും നമുക്കറിയാൻ പറ്റും. ഒരു ഫുൾ ബോഡി ചെക്കപ്പിന് ഇപ്പോൾ എത്ര രൂപയാക്കും? അതിൻ്റെ ഒരു 10% താഴെ എമൗണ്ട് റെറ്റിനോപ്പതിക്ക് പോലും ഇപ്പം ഇങ്ങനെ ഒരു ഡയഗ്നോസ് ചെയ്യുന്ന ആവശ്യത്തിലേക്ക് വരത്തില്ല. പിന്നെ ഹോസ്പിറ്റലുകാർ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വൈകുന്നുണ്ടെങ്കിൽ കാരണം അവർ തന്നെയാണ്. അപ്പോൾ ഇത്രയും ടെസ്റ്റ് നടത്തി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചിട്ടല്ലേ, കോടിക്കണക്കിന് MRI സ്കാനിങ്ങും CT സ്കാനിങ്ങും മെഷീനൊക്കെ വാങ്ങിച്ചിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒറ്റ സംഭവത്തിനകത്ത് തന്നെ കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ചില ഹോസ്പിറ്റലുകൾക്ക് ഒരു മടിയായിരിക്കും. അപ്പോൾ അവരെ MRI ഡിപ്പാർട്ട്മെൻറ്റ് പൂട്ടണം, ഇല്ലേ? അപ്പം എന്നാൽ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ഹോസ്പിറ്റലുകാർ അല്ലെങ്കിൽ ഒരു ലാബുകാർ റെറ്റിനോപ്പതി കൊണ്ടുവന്നു, പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാമല്ലോ എന്താണ് പ്രശ്നം എന്നുള്ളത്. മെഡിക്കൽ എക്സ്പെൻസ് എന്നുള്ളതാണ് ഏറ്റവും, നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കാശ് കൂടുതൽ പോകുന്നത് അയാളുടെ വീട് വയ്ക്കാനും മരുന്ന് വയ്ക്കാനുമാണെന്നാണ് മൊത്തത്തിൽ പറയപ്പെടുന്നത്. പിന്നെ അല്ലാതെ പൈസ പോകുന്നവരുണ്ട് കേട്ടോ, കാശ് മദ്യപിച്ച്, ഇല്ലേ? അപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ റാങ്ക് ബ്രെയിനിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റാങ്ക് ബ്രെയിൻ AI ഉൾപ്പെടുത്തിയ അൽഗോരിതം അപ്ഡേറ്റ് ആണെന്ന് സിമ്പിളായിട്ട് പറയാം. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി നമ്മൾ വ്യക്തിയുടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് പ്രായോഗികമായിട്ട് അവസരത്തിനനുസരിച്ച് ഒക്കെ ആൻസർ തരുന്നത് പോലെ ഗൂഗിളും റിസൾട്ടുകൾ കൊടുക്കാൻ എന്താ പ്രാവർത്തികമായി അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തപ്പെട്ടു. അതിനകത്ത് AI ഉപയോഗിച്ച് തന്നെ അവരുടെ മെഷീൻ ലേണിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ടുകൾ കൊടുക്കാൻ പ്രാപ്തരായി. അത് കൂടാഞ്ഞിട്ട് ഓരോ സമയങ്ങളിൽ നടക്കുന്ന സെർച്ച് വോളിയംസ് അനുസരിച്ച്, ഓരോ ടോപ്പിക്കുകളെ പറ്റിയുള്ള ആൾക്കാരുടെ സെർച്ച് അനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന രീതിയും റാങ്ക് ബ്രെയിനോട് കൂടി ഗൂഗിളിനകത്ത് വന്നു. പ്രത്യേകിച്ച് സെർച്ച് ക്വറികളിൽ നടക്കുന്ന മാറ്റങ്ങൾ, പല ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോഴും അവരെന്താണ് സെർച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കെൽപ്പ് AI ഉപയോഗിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഗൂഗിൾ നേടിയെടുത്തു. അതിനനുസരിച്ച് ഗൂഗിൾ റിസൾട്ടുകൾ കൊടുക്കുക. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യുന്ന ഡേറ്റകൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാം. AIയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു AI ടൂൾ ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പോൾ രാജീവ് ഗാന്ധി ഏത് വർഷമാണ് ജനിച്ചത്, നമ്മൾ AIക്കകത്ത് ചോദിച്ചു, മെറ്റയ്ക്കകത്തോ അല്ലെങ്കിൽ ജെമിനിക്കകത്തോ ചോദിച്ചു. അപ്പം അതിനകത്ത് ആൻസർ കിട്ടി. അടുത്ത് എവിടെയാണ്, പിന്നെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എവിടെയാണെന്ന് മാത്രം ചോദിച്ചാൽ മതി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഓക്കെ രാജീവ് ഗാന്ധിയുടെ ജനിച്ച വർഷമാണ് നിങ്ങൾ ചോദിച്ചത്, അപ്പം തന്നെ നമ്മൾ എവിടെയാണെന്നാണ് ചോദിച്ചത്, അപ്പം രാജീവ് ഗാന്ധി എവിടെയാണ് ജനിച്ചതെന്ന് തന്നെയാണ് അത് തരിക. അപ്പോൾ അത് അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റായിട്ട് നമുക്ക് റിസൾട്ടുകൾ സിമ്പിളായിട്ട് പ്രൊവൈഡ് ചെയ്ത് തരും എന്നുള്ളത് AIയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. വീണ്ടും നമ്മൾ അങ്ങനെ തരണം, അങ്ങനെ ഡീറ്റെയിൽസ് തരണം. അപ്പോൾ ഒരു വാർത്ത ചോദിച്ചു, ഗിവ് മീ ടുഡേയ്സ് ഹെഡ്ലൈൻസ് തരുന്നു, അത് മലയാളത്തിൽ തരുമെന്ന് പറയുമ്പോൾ മലയാളത്തിൽ തരുന്നു. ഗിവ് മീ ഇൻ മലയാളം, അപ്പോൾ തന്നെ മലയാളത്തിൽ തരുന്നു. ഒരു കഥ പറയാൻ വേണ്ടി പറയുന്നു, അപ്പോൾ ഒരു സ്റ്റോറി പറയുന്നു, അപ്പോൾ ഞാൻ പറയാണ് എനിക്ക് മലയാളമാണ് വേണ്ടത്, അപ്പോൾ മലയാളത്തിൽ കഥ പറയുന്നു. അപ്പോൾ ചില കഥകൾ ഇങ്ങനെ കുറച്ച് കഥകൾ പറയുമ്പോഴത്തേക്ക് തന്നെ ചോദിക്കും തുടരണോ,
ഇനിയും ഇതുപോലത്തെ കഥകൾ വേണോ എങ്ങനെയൊക്കെ ചോദിക്കും ഇങ്ങോട്ട്. അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലോട്ടൊക്കെ സംഗതി മാറിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കൊടുക്കുന്നു പ്രോംപ്റ്റിംഗ് എന്നുള്ള സംഗതി നമുക്ക് വിഷമുണ്ടെങ്കിൽ മാത്രമേ ചാറ്റ് ജി പി ടിയുടെ ഒരു പ്രത്യേകത, ചാറ്റ് ജി പി ടിയും ജെമിനിയും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടിയുടെ ഒരു പ്രത്യേകത, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിംഗ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന റിസൾട്ട് അത്ര ആക്യുറേറ്റോ അത്ര യൂസ്ഫുൾ ആയിരിക്കത്തില്ല. ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഈ പേജിൻ്റെ ഓപ്റ്റിമൈസ്ഡ് ഓപ്റ്റിമൈസ്ഡ് വെർഷൻ തരാമോ എന്ന് ഞാൻ ചാറ്റ് ജി പി ടി, ഇപ്പം ഞാൻ ഒരു പേജ് കൊടുത്ത് ഈ പേജിൻ്റെ ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള HTML കോഡ് തന്നെ തരാമോ എന്ന് ഞാൻ ചാറ്റ് ജി പി ടി ചോദിക്കുകയാണ്. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് ഇത് തന്നെ തരും. അല്ലെങ്കിൽ ഈ പേജിനെ ഒന്ന് SEO ഒപ്റ്റിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയുന്നത് വെച്ചാൽ എന്താണ്, ഈ പേജിനകത്ത് നിങ്ങൾ മര്യാദയ്ക്ക് ടൈറ്റിൽ കൊടുക്കുക, SEO ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഇങ്ങനെ പറഞ്ഞാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നേരം ചെയ്യണം. മറ്റേ നമ്മളെന്താ ചെയ്യണത്, പ്രോംപ്റ്റ് ചെയ്യുന്നതിനുള്ള രീതി സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണ് അടുത്ത്, ഈ പേജിൻ്റെ SEO ഒപ്റ്റിമൈസ് ചെയ്ത HTML കോഡ് എനിക്ക് തരാമോ. ആ കോഡ് നമ്മൾ കോപ്പി ചെയ്ത് പുതിയ പേജ് ആക്കി കഴിഞ്ഞാൽ മറ്റേ പേജിൻ്റെ ഒപ്റ്റിമൈസ്ഡ് വെർഷൻ ആയി. മനസ്സിലായോ? ഇനി ഒരു പേജ് നമ്മൾ കൊടുത്തു, ഈ പേജിന് കൊടുക്കാനുള്ള OG ടാഗുകൾ തരാമോ, അല്ലെങ്കിൽ എന്താ സ്കീമ മാർക്കപ്പ് തരാമോ എന്ന് ചോദിച്ചാൽ മതി. ആ പേജിനനുസരിച്ചുള്ള, അല്ലെങ്കിൽ ഈ പേജ് സ്കീമ മാർക്കപ്പ് ചെയ്തുള്ള കോഡ് എനിക്ക് തരാമോ. അപ്പം പ്രോംപ്റ്റ് ചെയ്യുന്നതിന് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ജെമിനിയുടെ ഒരു നോക്കിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇതല്ല, ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലോ ലിംഗ്വിസ്റ്റിക് ആയിട്ടൊക്കെ ഉള്ള രീതിയിലൊക്കെ നമുക്ക് തരും. കുറച്ചുകൂടെ റെസ്പോണ്ട് ഇങ്ങോട്ട് ചെയ്യും. നമ്മൾ ചോദിക്കും മതിയോ, മെഷീൻ ലേണിംഗ് അത് കുറച്ചുകൂടെ ഇതാക്കും. ഉദാഹരണത്തിന് നമ്മളടുത്ത് ഒരു ന്യൂസ് ചോദിച്ചു, ഓക്കെ, റഹ്മാനെ പറ്റിയുള്ള ലേറ്റസ്റ്റ് ന്യൂസ് എന്താണ്. അപ്പം റഹ്മാൻ ഭാര്യയുമായിട്ട് വിവാഹബന്ധം വേർപെടുത്താൻ എന്നാണ് പുതിയ വാർത്ത, കൂടുതൽ അറിയണമോ എന്ന് ചോദിക്കും. അവിടെ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങൾ ഇന്നതാണ്, ഇതിനേക്കാളും കൂടുതൽ വിവരം അറിയണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെബ്സൈറ്റോ മനോരമ ചെക്ക് ചെയ്താൽ മതി, മലയാളത്തിൽ വേണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഇൻട്രാക്ഷൻ കൂടുതലാണ്. പിന്നെ ഗ്രാഫിക്സ് ഒക്കെ കുറച്ചുകൂടെ എടുക്കുന്നുണ്ട്. ഒരു പ്രിസ്ക്രിപ്ഷനൊക്കെ സ്കാൻ ചെയ്ത് ജെമിനിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മരുന്നൊക്കെ എഴുതി കുറിച്ച് തരും. ഇനി നിങ്ങൾക്ക് ഒരു പരസ്യം കണ്ടു, നിങ്ങൾ ഒരു പരസ്യം കണ്ടു, SEOയുടെ വേക്കൻസി, ഈ വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു കവറിംഗ് ലെറ്റർ തരാമോ എന്ന് മാത്രം ചോദിച്ച് അതിനെ സ്കാൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ തന്നെ അത് റീഡ് ചെയ്തിട്ട് തരും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, വായിച്ച് നോക്കുക, അതിനനുസരിച്ച് മോഡിഫിക്കേഷൻ വരുത്തി കൊടുത്താൽ. ഇനി നിങ്ങളൊരു പത്രത്തിലൊരു പരസ്യം കണ്ടു, ഒരു കൊട്ടേഷൻ ക്ഷണിക്കുന്നത്, ആ കൊട്ടേഷന് കൊടുക്കാനായിട്ടൊരു റിപ്പോർട്ട് തരാമോ ചോദിച്ചാൽ മതി. അപ്പം അത് സ്കാൻ ചെയ്തിട്ടാൽ മതി, ജസ്റ്റ് കോപ്പി ചെയ്ത് അതിനകത്ത് ഇട്ടാൽ മതി, അപ്ലോഡ് ചെയ്താൽ മതി, അപ്പം തന്നെ ഇത് തരും. അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇല്ല, നിങ്ങൾ തരുന്ന സാധനം നമ്മൾ വായിച്ചു, നമ്മൾ ആദ്യം തന്നെ ഉപയോഗിക്കേണ്ട, നമ്മളത് വായിച്ച് നോക്കിയിട്ടോ അതിനനുസരിച്ച് മോഡിഫിക്കേഷൻ നടത്തിയിട്ടോ ഉപയോഗിക്കാമല്ലോ. ഇപ്പം ഒരു അപേക്ഷ കൊടുക്കണം, എന്താണ്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ കാലം കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം പോലീസുകാർ അപ്പോൾ പോലീസുകാർ നിങ്ങളെ വാഹനം കസ്റ്റഡിയിലെടുത്തു, ആ വാഹനം ഇട്ട് കിട്ടാനായിട്ട് എനിക്കൊരു അപേക്ഷ കൊടുക്കണം, ഒരപേക്ഷ തയ്യാറാക്കാൻ എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേര് പറയണം. എൻ്റെ പേര് വിഷ്ണു, എൻ്റെ വാഹന നമ്പർ ഇന്നതാണ്, അതിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അതിനെ വിട്ടുകിട്ടാനായിട്ടൊരു അപേക്ഷ തയ്യാറാക്കാൻ എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ മതി. അപ്പം പോലീസ് ഓഫീസറിനെ ഇത് അഡ്രസ്സ് ചെയ്യുന്നത് മുതൽ ഏത് പോലീസ് സ്റ്റേഷനാണെന്നൊക്കെ പറയണം. ഇന്ന സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് തന്നെ അതിനെ കോപ്പി ചെയ്ത് വേർഡിനകത്ത് ഇട്ടിട്ട് പിന്നെ ഇതെടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് ജെമിനിയുടെ പെയ്ഡ് വെർഷനകത്ത് എന്തോ നമുക്ക് വേർഡിലേക്ക് കൺവേർട്ട് ചെയ്യാനോ PDF കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് വരും, പക്ഷെ അതിനെ നമുക്ക് വേർഡിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. വേർഡിലോട്ട് കൺവേർട്ട് വേർഡ് ഉണ്ട്, അതെടുക്കാം. ഇനി അത് എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പെയ്ഡ് വെർഷനകത്ത് ഇതിനേക്കാളും ഭയങ്കരമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ജെമിനി പെയ്ഡ് വെർഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർ രക്ഷയില്ലാതെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. എനിക്ക് പെയ്ഡ് വെർഷൻ എടുക്കണം, ഞാൻ ഈ ഒരു 2 മാസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫോണോ? അല്ല, ഫോൺ ഇന്ത്യ എല്ലാ ഫോണുകളും AI വെച്ചുള്ള ഒരുപാട് കോമ്പറ്റീഷൻസ് ആയിരിക്കും. എഡിഷൻസ്, വീഡിയോ എഡിഷൻസ്. അല്ല, ആപ്പിൾ അവരുടേതായിട്ടുള്ളൊരു ഇതും പ്രൈവസിക്കും കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് സാംസങ് ഉപയോഗിച്ച് നമ്മൾ പല സംഗതികൾ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ക്രൈമിൽ പോയി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ
അത് നിങ്ങളാണ് ചെയ്തതെന്ന് ഡേറ്റ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടോ പിടിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണെന്നും, എന്നാൽ ആപ്പിൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആരും അറിയില്ലെന്നൊക്കെ ഉള്ളതാണ് മൊത്തത്തിൽ ആപ്പിൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെയൊക്കെ പ്രത്യേകത. എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, സെക്യൂർ ആണ് ഇല്ലേ എന്നൊക്കെ ഉള്ള സംഗതിയാണ്. സൂര്യദാസ് ആപ്പിൾ എടുക്കണമെന്ന് പറഞ്ഞ കേട്ട്. എനിക്ക് വേണ്ട. എന്താ പറയുക, നീ ആപ്പിൾ വിദഗ്ധനാണോ? വരെ വേണം. അവൻ്റെ ഫോൺ ഏതാ? ഐഫോണാണോ? അമ്പോ, രക്ഷയില്ല. ഐഫോണിനകത്ത് വരെ വീണ് കഴിഞ്ഞാൽ അത് ഫാഷനാണെന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ഉണ്ടാ ഏത് ഫോൺ അവൻ്റെ? 11 പ്രോയോ? ഓക്കെ, നമുക്ക് തിരിച്ചില്ല. അപ്പോൾ നമ്മൾ ഏകദേശം റാങ്ക് ബ്രെയിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റാങ്ക് ബ്രെയിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തി റാങ്കിങ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ട് കൊടുക്കുന്ന രീതി, അതിൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതിനെ മനസ്സിലാക്കാൻ ഗൂഗിൾ പ്രത്യേകം ശ്രമിക്കുകയും അതിനനുസരിച്ച് റിസൾട്ട് കൊടുക്കാൻ. അപ്പം ഇന്ന ആൾ, ഇപ്പോൾ വിഷ്ണു ഗൂഗിളിൽ ഇപ്പം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കണമെന്ന് പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെ കുറേ ഡേറ്റയൊക്കെ ഉൾപ്പെടുത്തിയാണ് അത് നടന്നു പോവുക. അപ്പോൾ 2015 റാങ്ക് ബ്രെയിൻ ആൽഗോരിതം അപ്ഡേറ്റ് നടത്തിയത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തി റിസൾട്ട് കൊടുക്കാൻ തുടങ്ങിയ ആൽഗോരിതം അപ്ഡേറ്റ് ആണ് റാങ്ക് ബ്രെയിൻ എന്ന് സിമ്പിളായിട്ട് നമുക്കിതിനെ പറഞ്ഞു തീർക്കാം. ഇനി നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്ന ആൽഗോരിതം അപ്ഡേറ്റ് മൊബൈൽ ഗിഡോൺ എന്നുള്ള അപ്ഡേറ്റാണ്. മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേറ്റ് എന്നറിയപ്പെടുന്ന ഈ അപ്ഡേറ്റ് മൊബൈൽ ഗിഡോൺ എന്നാണ് ഇൻഡസ്ട്രി ലീഡേഴ്സ് ഇട്ടേക്കുന്ന പേര്. മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേറ്റ് എന്ന് ജനറലായിട്ട് പറയാം. 2015 തന്നെയാണ്, ഏപ്രിൽ മാസത്തിലാണ് ഈ അപ്ഡേറ്റ് നടന്നത്. ആദ്യത്തെ മൊബൈൽ ഗിഡോൺ അല്ലെങ്കിൽ മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേറ്റിൻ്റെ 1 നടന്നത് 2015 ഏപ്രിൽ മാസത്തിലാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ് പേജുകൾ മൊബൈൽ ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രമേ മൊബൈൽ ഡിവൈസുകളിൽ ഗൂഗിളിലെടുത്ത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഡെക്സ് ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഗൂഗിൾ മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേറ്റ് കൊണ്ടുവന്നു. അപ്പം നമ്മളെ വെബ്സൈറ്റുകൾ, നമ്മൾ SEO ചെയ്യുന്ന വെബ്സൈറ്റുകൾ മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ, അതിന് പ്രാധാന്യം കൊടുത്ത അപ്ഡേറ്റ് ആണ് മൊബൈൽ ഗിഡോൺ അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മൊബൈലിൽ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ട് ഇൻഡെക്സ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. തുടക്ക സമയത്ത് ചില വെബ്സൈറ്റുകൾക്കൊക്കെ ചെറിയ പരിഗണന കൊടുത്തിരുന്നു. മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ കൂടെയും സെർച്ച് ഇൻറ്റൻറ്റ് അനുസരിച്ച് നല്ല ക്വാളിറ്റിയുള്ള റിസൾട്ട് കൊടുക്കുന്ന വെബ് പേജുകളെ തൽക്കാലം മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിലും റാങ്ക് ചെയ്യുമെന്നുള്ള ചില പരിഗണനകളൊക്കെ കൊടുത്തിരുന്നു. ഈ ആൽഗോരിതം അപ്ഡേറ്റ് പ്രകാരം ഗൂഗിൾ പബ്ലിഷ് ചെയ്തേക്കുന്ന ഒഫീഷ്യൽ ബ്ലോഗിനകത്ത് ഇതിനെപ്പറ്റി പറയുന്നത്, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു പേജ് ഗൂഗിളിൻ്റെ കാഴ്ചപ്പാടിൽ മൊബൈൽ ഫ്രണ്ട്ലി ആയാൽ മാത്രമേ ഗൂഗിളിനകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യത്തുള്ളൂ എന്ന് തന്നെയാണ്. അതിൽ ഗൂഗിൾ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജ് എങ്ങനെയെങ്കിലും മൊബൈലിൽ ഓപ്പൺ ആയാൽ പോരാ, അത് ടാപ്പ് ചെയ്യാതെയോ സൂം ചെയ്യാതെയോ അതിൻ്റെ ടെക്സ്റ്റ് റീഡബിൾ ആയിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. നമ്മൾ വെബ് പേജ് മൊബൈലിൽ എങ്ങനെയെങ്കിലും ഓപ്പൺ ആയാൽ പോരാ, ഓപ്പൺ ആകുമ്പോൾ ടാപ്പ് ചെയ്യാതെയോ സൂം ചെയ്യാതെയോ അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് റീഡബിൾ ആയിരിക്കണം. രണ്ടാമത്തേത്, ടാപ്പ് ടാർഗറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്പേസ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ വെബ്സൈറ്റിനകത്ത് എത്തിയിട്ട് ഇന്നർ പേജുകളിലേക്ക് പോകാനുള്ള മെനു ഒക്കെ പ്രോപ്പറായിട്ട് സ്പേസ് ചെയ്തിരിക്കണം. മിക്കവാറും ഡിവൈസുകളൊക്കെ ടച്ച് സ്ക്രീൻ ഡിവൈസുകളാണ്. അപ്പോൾ നമ്മൾ ഒരു വെബ് പേജിന് നമ്മൾ ഒരു ഡിവൈസിൽ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് ഇന്നർ പേജുകളിലേക്ക് പോകാനുള്ള മെനു ഒക്കെ തീരെ ക്ലോസ് ആയിട്ടോ ഓവർലാപ്പ് ചെയ്തോ ഒക്കെ കിടന്നു കഴിഞ്ഞാൽ യൂസറിന് അതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജുകളുടെ ടാപ്പ് ടാർഗറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്പേസ് ചെയ്തെങ്കിൽ മാത്രമേ ഗൂഗിളിൻ്റെ കാഴ്ചപ്പാടിൽ അതെന്താവുന്നുള്ളൂ, മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റ് ആവുന്നുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, നമ്മുടെ വെബ്സൈറ്റിനകത്തുള്ള ടെക്സ്റ്റ് ഫീൽഡ്, ടെക്സ്റ്റ് കണ്ടന്റ് ഡിസ്ക്രിപ്ഷനൊക്കെ ടാപ്പ് ചെയ്യാതെയോ സൂം ചെയ്യാതെയോ തന്നെ വായിക്കാൻ പറ്റണം. വിസിബിൾ അല്ല, വായിക്കാൻ പറ്റണം, ലെജിബിൾ ആയിരിക്കണം എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ടാപ്പ് ടാർഗറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്പേസ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ഹൊറിസോണ്ടൽ സ്ക്രോളിംഗ് പാടില്ല, വെർട്ടിക്കൽ സ്ക്രോളിംഗ് മാത്രമേ പാടുള്ളൂ. ഒരു പേജ് മൊബൈലിൽ ഓപ്പൺ ആക്കുമ്പോൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കിടക്കണമെങ്കിൽ അത് മൊബൈൽ ഫ്രണ്ട്ലി അല്ല, അൺപ്ലേയബിൾ കണ്ടന്റ് അഥവാ ഹൊറിസോണ്ടൽ സ്ക്രോളിംഗ് പാടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. മൊബൈൽ ഗിഡോൺ അപ്ഡേഷൻ്റെ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ബ്ലോഗ് പോസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇത് 2015 ഏപ്രിൽ മാസം 21 പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവരുടെ ഒഫീഷ്യൽ ബ്ലോഗ് പോസ്റ്റാണ്, ഗൂഗിൾ സെർച്ച് സെൻറ്ററിൻ്റെ. ഇതിനകത്ത് അവർ പറയുന്നുണ്ട്, ഇവിടെ പറയുന്നതിനകത്ത് പോയിൻറ്റിങ് സംഗതി ഇതാണ്. ഇവിടെ കണ്ടോ, നൗ സെർച്ചേഴ്സ് ക്യാൻ മോർ ഈസിലി ഫൈൻഡ് ഹൈ ക്വാളിറ്റി ആൻഡ് റെലവൻറ്റ് റിസൾട്ട് വെയർ ടെക്സ്റ്റ് ഈസ് റീഡബിൾ വിത്തൗട്ട് ടാപ്പിംഗ് ഓർ സൂമിങ്. കണ്ടോ,
ടെക്സ്റ്റ് ഈ ഡയഗ്രം നോക്കി നോക്കിയേ. ഇവിടെ മൊബൈലിൽ ഇതിങ്ങനെ ഓപ്പൺ ആവുമെങ്കിലും നമുക്കിത് വായിക്കാൻ പറ്റുകയില്ല. അപ്പം ടാപ്പ് ചെയ്യാതെയോ സൂം ചെയ്യാതെയോ ഇതുപോലെ മൊബൈൽ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റണം? വായിക്കാൻ പറ്റണം. വേർ ടെക്സ്റ്റ് ഈസ് റീഡബിൾ വിത്തൗട്ട് ടാപ്പിംഗ് ഓർ സൂമിങ്. സൂം ചെയ്യാതെയോ ടാപ്പ് ചെയ്യാതെയോ നമ്മൾ ടെക്സ്റ്റ് ഒരു യൂസറിന് മൊബൈൽ ഡിവൈസിനകത്ത് നിന്നുകൊണ്ട് വായിക്കാൻ പറ്റണം. പിന്നെന്താണ്? ടാപ്പ് ടാർഗറ്റ്സ് ആർ സ്പേസ്ഡ് അപ്രോപ്രിയറ്റ്ലി. അടുത്ത പോയിന്റ് ഇതാണ്. നമ്മൾ ടാപ്പ് ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേജിനകത്ത് എത്തുന്ന ആൾക്കാർക്ക് ഇന്നർ പേജിനകത്ത് പോകാനുള്ള മെനു ഇതാണ്. ഈ സൈഡിൽ കാണിക്കുന്ന മെനു ഇതൊക്കെ തീരെ ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കുമ്പം ടച്ച് ഡിവൈസിൽ എടുക്കുന്ന അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ഡിവൈസ് ആയിട്ടുള്ള ഈ ഡിവൈസ് ഒരാൾ എടുക്കുമ്പോൾ അയാൾ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു മെനുവിനകത്ത് വിരൽ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾ ടച്ച് ചെയ്യുന്നത് കോൺടാക്ട് പേജിലായിരിക്കും, പോകുന്നത് എബൌട്ട് പേജ് ആയിരിക്കും. അങ്ങനെ ഒരു ആൾക്കാർക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് കൊടുക്കാൻ ഇത് കാരണമാകും. ചില സമയങ്ങളിൽ ഇത് ഓവർലാപ്പ് ചെയ്ത് കിടക്കും. ഇവിടെ നോക്കി കൃത്യമായിട്ട് ടാപ്പ് ടാർഗറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്പേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഇവിടുന്ന് ഓരോ മെനുവായിട്ട് ടച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പേജിനകത്തുള്ള മെനു ഒക്കെ എന്ത് ചെയ്യണം? ടാപ്പ് ടാർഗറ്റ്സ് ആർ സ്പേസ്ഡ് അപ്രോപ്രിയേറ്റ്ലി ആയിരിക്കണം. എന്നാൽ മാത്രമേ ഗൂഗിളിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ എന്താവുന്നുള്ളൂ? മൊബൈൽ ഫ്രണ്ട്ലി ആവുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വെബ് പേജ് മൊബൈൽ ഫ്രണ്ട്ലി അല്ല എന്ന് കണക്കാക്കുകയും ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ കാണിക്കാതെയോ നമ്മളെ പേജിനെ ഡിമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ എന്താ പറഞ്ഞത്? അടുത്ത് ആൻഡ് ദി പേജ് അവോയ്ഡ് അൺപ്ലേയബിൾ കണ്ടൻറ്റ് ഓർ ഹൊറിസോണ്ടൽ സ്ക്രോളിങ്. അതായത് നമ്മളെ പേജിനകത്ത് അൺപ്ലേയബിൾ കണ്ടൻറ്റ് അഥവാ ഹൊറിസോണ്ടൽ സ്ക്രോളിങ് പാടില്ല. അപ്പോൾ നമ്മൾ പേജ് എടുക്കുമ്പോൾ സൈഡിലോട്ടൊക്കെ സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു മൊബൈൽ ഡിവൈസിൽ ഒരു വെബ് പേജ് എടുക്കുമ്പോൾ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് മൊബൈൽ ഫ്രണ്ട്ലി. അത് വെർട്ടിക്കൽ സ്ക്രോളിങ് മുകളിലോട്ടും താഴോട്ട് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ പാടുള്ളൂ. സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യാം, അത് മൊബൈൽ ഫ്രണ്ട്ലി അല്ല. അങ്ങനെയുള്ള പേജുകൾ ഗൂഗിൾ അവോയ്ഡ് ചെയ്യുന്നതാണ് ഈ മനസ്സിലാക്കേണ്ടത്. മൊബൈൽ ഫ്രണ്ട്ലി അല്ലാതെ കിടക്കുന്ന സൈറ്റ് തന്നെ ആയിരിക്കും അത്, ഒരു സംശയം വേണ്ട. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്സ് ഉണ്ടാവും. ആ പേജുകൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് കണ്ടെത്തുന്ന പേജുകളായിരിക്കും. ചിലപ്പോൾ അത് ഗൂഗിളിനകത്ത് വലുതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവില്ല. മൊബൈൽ ഫ്രണ്ട്ലി അല്ല എന്ന് തന്നെ അർത്ഥം. സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ടെങ്കിൽ അത് മൊബൈൽ ഫ്രണ്ട്ലി അല്ല. ഇനി ആ പേജ് മൊബൈൽ ഫ്രണ്ട്ലി ആണ്, ഇനി അതിനകത്തെത്തിയിട്ട് നിങ്ങളൊരു ഇമേജിനെ ക്ലിക്ക് ചെയ്തിട്ടാണ് സൈഡിലോട്ട് ഇടാക്കുകയാണെങ്കിൽ അത് പേജുമായിട്ട് വലിയ ബന്ധമുള്ളതല്ല. ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ URL മാറിയിട്ടുണ്ടാവുമല്ലോ. ഇമേജ് വേറെ സെപ്പറേറ്റ് URL ആയിരിക്കുമല്ലോ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുന്നതാണെങ്കിൽ ആ പേജിനെ അത് ഒരിക്കലും ബാധിക്കില്ല. വെബ് പേജ് എടുക്കുമ്പോൾ റാങ്ക് ചെയ്യേണ്ട പേജ് ഏതാണോ ആ പേജ് എടുക്കുമ്പോൾ മൊബൈൽ ഡിവൈസ് എടുത്തിട്ട് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന രീതി കിടക്കണമെങ്കിൽ ദാറ്റ്സ് നോട്ട് മൊബൈൽ ഫ്രണ്ട്ലി പേജ്. അത് ഗൂഗിൾ നോട്ടിഫൈ ചെയ്യുന്നുണ്ടോ? ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ആണെങ്കിൽ ആമസോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേറ്റ് എന്ന് പറയുന്ന അഥവാ മൊബൈൽ ഗിഡോൺ എന്ന് പറയുന്ന ആൽഗോരിതം അപ്ഡേറ്റിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 ഏപ്രിൽ മാസം 21-നാണ് ഇത് ഫസ്റ്റ് റോൾ ഔട്ട് ചെയ്തത്. എന്നാൽ ഇത് ഫസ്റ്റ് റോൾ ഔട്ട് ചെയ്തപ്പോൾ ഇതുപോലെയുള്ള 1-2 പോയിന്റുകൾ പറഞ്ഞിട്ട് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കുമെന്നും അത് റാങ്ക് ചെയ്യുമെന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസിലൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് റാങ്ക് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിലും ചില സൈറ്റുകൾക്ക്, പ്രത്യേകിച്ച് ഒരാൾ സെർച്ച് ചെയ്യുന്ന ഇൻറ്റൻറ്റ് അനുസരിച്ച്, അവരുടെ ഉദ്ദേശ ലക്ഷ്യം അനുസരിച്ച് വളരെ ക്വാളിറ്റി ഉള്ള റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വെബ് പേജസ് തൽക്കാലം മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിലും റാങ്ക് ചെയ്യാം എന്നുള്ളൊരു എക്സ്ക്യൂസ് ഗൂഗിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്യാം. മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേഷൻ 2015 ഏപ്രിൽ മാസം 21 നടത്തുമ്പോൾ മൊബൈൽ ഫ്രണ്ട്ലി അല്ലാത്ത വെബ് പേജുകൾ ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യത്തില്ല, എസ്പെഷ്യലി മൊബൈലിൽ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അന്നേരം ചില വെബ്സൈറ്റുകൾക്ക് ചില എക്സ്ക്യൂസസ് കൊടുത്തിരുന്നു. ചില വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന ക്വറിക്ക് അനുസരിച്ച് ഹൈ ക്വാളിറ്റി റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ചില വെബ്സൈറ്റുകൾ തൽക്കാലം മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ കൂടെയും എന്ത് ചെയ്യാം? ഗൂഗിളിനകത്ത് റാങ്ക് ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷൻ ഇതേ ആർട്ടിക്കിളിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇവിടെ while the mobile friendly change is important, we still use a variety of signals to rank search result എന്ന് പറയുന്നുണ്ട്. The intent of the search query is still very strong signal എന്ന് പറയുന്നുണ്ടോ. So even if a page with high quality content is not mobile friendly, it could still rank high if it has a great content for the query. സെർച്ച് ക്വറിയുടെ ഇൻറ്റൻഷൻ അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തൽക്കാലം ഹൈ ക്വാളിറ്റി ഉള്ള ഒരു കണ്ടൻറ്റ്, എങ്ങനത്തെ കണ്ടൻറ്റ്? ആ സെർച്ച് ക്വറിക്ക് അനുസരിച്ച് ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ് പേജ് തൽക്കാലം മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ കൂടെയും ഇറ്റ് കുഡ് സ്റ്റിൽ എന്നാണ് പറയുന്നത്. അതായത് അത് റാങ്ക് ചെയ്യപ്പെടാം. ഇറ്റ് കുഡ് സ്റ്റിൽ റാങ്ക് ഹൈ ഇഫ് ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് കണ്ടൻറ്റ് ഫോർ ദി ക്വറി. ആ ക്വറിക്ക് അനുസരിച്ച് ഗ്രേറ്റ് കണ്ടൻറ്റുള്ള ഒരു പേജ്
തൽക്കാലം മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിലും ഇറ്റ് കുഡ് സ്റ്റിൽ റാങ്ക്, ഇറ്റ് കുഡ് എന്നാണ് പറഞ്ഞത്, റാങ്ക് ചെയ്യപ്പെടാം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പെടാം എന്നാണ് പിടിക്കും. അപ്പോൾ ഇങ്ങനൊരു ക്ലോസ് അവർ ഈ 2015 നടത്തിയ ആദ്യത്തെ അപ്ഡേഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും 2016 മെയ് മാസമായപ്പോൾ, മെയ് മാസം 12-ാം തീയതി ആയപ്പോൾ മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേഷൻ്റെ സെക്കൻഡ് വേർഷൻ അവർ ഇറക്കി, മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേഷൻ 2. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ട്രിക്റ്റായിട്ട് തന്നെ എല്ലാ ഡിവൈസുകളിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും വെബ് പേജ് എന്തായിരിക്കണം, മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. അത് മൊബൈലിൽ മാത്രമല്ല, ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന ലാപ്ടോപ്പായാലും കമ്പ്യൂട്ടറിലൊക്കെ ആയാലും റിസൾട്ട് ഇൻഡെക്സ് ചെയ്യണം അല്ലെങ്കിൽ റാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ വെബ് പേജസ് പൂർണ്ണമായിട്ട് മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല എന്ന രീതിയിൽ സ്ട്രിക്റ്റായിട്ട് മൊബൈൽ ഫ്രണ്ട്ലി 2 അപ്ഡേഷൻ നടത്തി. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന വർഷങ്ങളിൽ 2016 ശേഷം, 16 മെയ് മാസത്തിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്, മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേഷൻ 2. 2017 തൊട്ടുള്ള കാലഘട്ടത്തിലൊക്കെ അവർ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട് വെബ് പേജ് ഓപ്പൺ ആകണം എന്ന് മാത്രമല്ല, അത് ക്വിക്കായിട്ട് ലോഡാകണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് പിന്നെ കൊടുത്തത്. അതിലൊന്നാണ് 2017 അവർ കൊണ്ടുവന്ന AMP, ആക്സിലറേറ്റഡ് മൊബൈൽ പേജസ് എന്ന് പറയും, AMP ഇവർ ചെയ്തത്. അത് തന്നെ AMP. അത് ആ ഒരു ടെക്നോളജിയും അല്ലെങ്കിൽ AMP പോലുള്ള ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്തേക്ക് പ്രത്യേകം പേജുകളുടെ എൻട്രി നേടിയെടുക്കുക, അതിനുവേണ്ടി പ്രത്യേക ഒപ്റ്റിമൈസേഷനും മാർക്കപ്പ് എഴുതുക, അത് അങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്ന പേജുകളെ സെപ്പറേറ്റ് ഡേറ്റാബേസിനകത്ത് സേവ് ചെയ്യുക, അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന, എസ്പെഷ്യലി മൊബൈൽ ഡിവൈസുകളിലും ടാബിലും ഒക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഡെക്സ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പിന്നെ അവരുടെ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേഷനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ 2015 നടത്തിയ മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേഷൻ 1 അഥവാ മൊബൈൽ ഗിഡ് ഓൺ അപ്ഡേറ്റ്, 2016 നടത്തിയ മൊബൈൽ ഫ്രണ്ട്ലി അപ്ഡേഷൻ 2, അതൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ മൊബൈൽ ഗിഡ് ഓൺ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ അവിടെ ഈ 3 പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പേജുകൾ എങ്ങനെയെങ്കിലും മൊബൈലിൽ ഓപ്പൺ ആയ പോരാ, അതിൻ്റെ ടെക്സ്റ്റ് സൂം ചെയ്യാതെയോ ടാപ്പ് ചെയ്യാതെയോ റീഡബിൾ ആയിരിക്കണം. ടാപ്പ് ടാർഗറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്പേസ് ചെയ്തിരിക്കണം. പിന്നെന്താണ്, ടാപ്പ് ടാർഗറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്പേസ് ചെയ്തിരിക്കണം. ഹോറിസോണ്ടൽ സ്ക്രോൾ ചെയ്യാൻ പാടില്ല, വെർട്ടിക്കൽ സ്ക്രോളിങ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വലിയ അപ്ഡേറ്റുകളിലൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുഞ്ഞ് അപ്ഡേറ്റുകളാണ് പഠിക്കാൻ പോകുന്നത്.